വൈപ്പിനിൽ ഉജ്ജ്വല വിജയം ഉണ്ടാകുമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടോണി ചെമ്മണി. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉടനീളം പ്രതിഫലിക്കും. വൈപ്പിനിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായും യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്നും ടോണി ചെമ്മണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എറണാകുളത്ത് ശക്തമായ മത്സരം നടന്ന സ്ഥലമാണ് വൈപ്പിൻ. നമ്മോടിപ്പോൾ ഉള്ളത് വൈപ്പിൻ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടോണി ചെമ്മണിയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? എക്സിറ്റ് പോളുകൾ ഫലങ്ങളൊക്കെ വന്നു. യു.ഡി.എഫ് മൊത്തത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ വൈപ്പിനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? വൈപ്പിനിൽ ഇക്കുറി യു.ഡി.എഫിന് വിജയിക്കാൻ സാധിക്കും. അതാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ കടന്നു വന്നപ്പോൾ തന്നെ പ്രചരണ സമയത്ത് എനിക്ക് പല വോട്ടർമാരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടി. യു.ഡി.എഫിന് അനുകൂലമായി ആളുകൾ ഇക്കുറി നിൽക്കുമെന്നത് തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് അതിനുള്ളത്. ഒന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സാണ്. ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, സർക്കാരിനെതിരെ ഒരു എതിർത്തരംഗമുണ്ട്. മറ്റൊന്ന് വൈപ്പിൻ സ്പെസിഫിക്കാണ്. വൈപ്പിൻ്റെ വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ 4 ടേമുകളിലായി 20 വർഷമായി CPM MLA മാരാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഈ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുടിവെള്ളം അടക്കമുള്ള യാത്രാക്ലേശം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വോട്ടർമാരിൽ നിന്ന് നീക്കിയിട്ട് അതിൻ്റെ ഒരു രോഷമുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാന തലത്തിലുള്ള ഒരു ഗവൺമെൻറ് വിരുദ്ധ ട്രെൻഡും വൈപ്പിലെ പ്രാദേശിക പ്രശ്നങ്ങൾ, ഈ രണ്ടും കൂടി എടുക്കുമ്പോൾ യു.ഡി.എഫ് കംഫർട്ടബിളായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കും. ഈ എക്സിറ്റ് പോളുകളൊക്കെ നോക്കുകയാണെങ്കിലും ഒരു വലിയ ആധിപത്യം പറയാത്ത രീതിയിലേക്ക് വന്നിട്ടില്ല യു.ഡി.എഫിന് പലയിടത്തും. അപ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ? എക്സിറ്റ് പോളുകളെക്കാൾ മുകളിൽ വരുമോ, അതോ എങ്ങനെയാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കണോ, അല്ലെങ്കിൽ എത്ര സീറ്റുകൾ നേടിയായിരിക്കും യു.ഡി.എഫ് അധികാരത്തെത്താനാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു പഠനമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ സംശയമില്ലല്ലോ, എക്സിറ്റ് പോളുകളുടെ വിലയിരുത്തലുകൾ ഏറെയും കുറഞ്ഞാലും യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്നുള്ളൊരു പൊതുചിത്രം കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി. വൈപ്പിനിൽ ഒരു ഇടതുപക്ഷത്തിന് നല്ല പേരുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയും ഏറെ വർഷമായുള്ള അവരുടെ ഒരു ഭരണം അവസാനിപ്പിക്കുമ്പോൾ ശക്തമായ മത്സരം തന്നെയാണ്. അപ്പോൾ അങ്ങയുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? എത്ര ഒരു ഭൂരിപക്ഷമൊക്കെ കിട്ടുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുകൂടലൊക്കെ നടത്തിയിട്ടുണ്ടോ? ഞാൻ ഭൂരിപക്ഷം ഞാൻ പറയുന്നില്ല, കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് വൈപ്പിൻ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇക്കുറി വോട്ടർമാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ ചെയ്യുന്ന വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല ഇക്കുറി കേരളത്തിൽ, വിശേഷിച്ച് വൈപ്പിനിൽ. രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് യു.ഡി.എഫിന് അനുകൂലമായിരിക്കും. ഇടതുപക്ഷത്തിൽ നിന്നുള്ള അടക്കമുള്ളവരുടെ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആത്മവിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് വോട്ടർമാർ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കംഫർട്ടബിൾ മെജോറിറ്റി. യു.ഡി.എഫ് നേതൃത്വം പറയുന്നത് എറണാകുളത്ത് ഒരു ക്ലീൻ സ്വപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 14 മണ്ഡലങ്ങളും വിജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങയുടെ പ്രതീക്ഷയും അങ്ങനെ തന്നെയാണ്? അല്ല, അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. 14 ജയിക്കാം. കാരണം ഒരിടത്തും മറിച്ചൊരു വിലയിരുത്തൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എറണാകുളം ജില്ല യു.ഡി.എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് നല്ല സംഘടനാ ബലമുള്ള സ്ഥലമാണ്. മികച്ച സ്ഥാനാർത്ഥികളാണ് മറ്റ് സ്ഥലങ്ങളിലെല്ലാം നിന്നിട്ടുള്ളത്. 14 ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തലും. എല്ലാവിധ ആശംസകളും. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയാണ് നമ്മോട് പങ്കുവച്ചത്. എന്തായാലും യു.ഡി.എഫ് അധികാരത്തിലെത്തുമെന്നും വൈപ്പിൻ തിരികെ പിടിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്നും അക്ഷയ്ക്കൊപ്പം മനീഷ മാത്യു, ന്യൂസ് മലയാളം.